ദേവന്മാർക്ക് ദേവലോകത്ത് എത്തണമെങ്കിൽ പോലും ഒരു ജീവൻ എത്രയോ പുണ്യം ചെയ്യും. ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ശ്രീമദ് ഭാഗവതം. ഒരു ഉദാഹരണം പറഞ്ഞു കേൾപ്പിച്ചു. പരീക്ഷിത്ത് രാജാവിന് ഒരു ശാപം കിട്ടി. 7ാമത്തെ ദിവസം തക്ഷകന്റെ കഥയിലേക്ക് മരണം സംഭവിക്കുന്നത്. ഉടനെ പുത്രനെ രാജ്യഭാരം കേൾപ്പിച്ചു. കുറച്ച് ദർഭപ്പുല്ല് കൊടുത്ത് ഗംഗാതീരത്ത് വന്ന് ദർഭപ്പുല്ല് വിരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. മരണം വരെ ഉപവാസം. ദാഹിച്ചാൽ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഒന്നുമില്ല. എപ്പോൾ പ്രാണൻ വിട്ടുപോകണോ പൊക്കോട്ടെ. അതേ ഭഗവത് വിചാരം ചെയ്തുകൊണ്ട് ഒരിക്കലും ഇരിക്കുക പുണ്യസ്ഥലത്ത്. ഇതിനാണ് പ്രായോപവേശം എന്ന് പേര്. അവിടെ പ്രായോപവേശം ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോഴാണ് ശുഖബ്രഹ്മർഷി തന്നെ അവിടെ ഭാഗവതം ഉപദേശിക്കാനായിട്ട് വരിക. അതിന് തയ്യാറായി വേണ്ട ഉപദേശിക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ദേവന്മാർ അവിടെ ഓടി വന്നു. അവർക്ക് അമൃത് ധാരാളം ഉണ്ടല്ലോ ദേവന്മാർക്ക്. ഒരു സ്വർണ്ണ കലശത്തിൽ അമൃതം കൊണ്ടുവന്നു. ശുഖബ്രഹ്മർഷിയൊക്കെ പറഞ്ഞു, അങ്ങ് പരീക്ഷത്തിൻ്റെ ഈ ഭയമില്ലാതാക്കാൻ ഭാഗവതം ഉപദേശിക്കാൻ പോവാണല്ലോ. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ അമൃത പരീക്ഷത്തിന് കൊടുക്കാവുന്നതാണ്. പിന്നെ മരണഭയം ഉണ്ടാവില്ല. തക്ഷകനെ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഈ അമൃത് കൊടുക്കാവുന്നതാണ്. ശുഖബ്രഹ്മർഷി പറഞ്ഞു, നല്ല കാര്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ, കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ഇത് ഞങ്ങൾ കൊടുക്കാം, പക്ഷെ അതിന് പകരം അങ്ങ് ഭാഗവതമാകുന്ന അമൃത് വീട് തരണം. പകരം അത് പകരം തരാം, ഞങ്ങളിത് കൊടുത്തോളാം. അപ്പോൾ ശുഖബ്രഹ്മർഷി പറഞ്ഞു, ഒരു വസ്തു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വാങ്ങിക്കണ്ടെങ്കിൽ ഒരേ വിലയുള്ള സാധനങ്ങളാണ് അങ്ങനെ കൊടുത്ത് വാങ്ങിക്കുക. പറഞ്ഞു, ക്വ മണീഹി ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാജഃ ക്വ മണിർമഹാൻ ബ്രഹ്മരാതോ വിജായദേവം തഥാ ദേവാഞ്ജഹാസഃ. ഒരു വഴിയിൽ കിടക്കുന്ന ഒരു കല്ലിൻ്റെ കഷ്ണം, ഒരു കല്ല് നമുക്ക് എടുത്തിട്ട് രത്നവ്യാപാരികളൊക്കെ വലിയ കടയിൽ കൊണ്ട് കൊടുക്കുക. ഇത്രയും വലിപ്പം മണന്നില്ലത്തിൽ ചെറുതായാലും മതി, ഞങ്ങൾക്കൊരു രത്നം തരുമെന്ന് ചോദിക്കാം. ആരെങ്കിലും കൊടുക്കുമോ? അമൂല്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് വിലയുള്ള രത്നം എവിടെ കിടക്കണം? വെറും വഴിയിൽ കിടക്കുന്ന ഒരു പാഷാണം, ഒരു കല്ല്. ഇതുപോലെയാണ് ഭഗവാന്റെ കഥയാകുന്ന അമൃതിൻ്റെ അടുക്കൽ നിങ്ങളുടെ അമൃത് ഒന്നിനും കൊള്ളില്ല. സൂര്യൻ്റെ മുമ്പിൽ മിന്നാമിനുങ്ങിന് എന്ത് പ്രകാശം! ഇതുപോലെയാണ്. തരാൻ പറ്റില്ല, പകരം തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളാം. പകരം തന്നില്ലെങ്കിൽ ഞങ്ങൾ പോവാമെന്നും പറഞ്ഞ് അവർ അമൃതം കൊണ്ടുപോയി. ഒരല്പസമയം അവിടെ ഇരുന്നുണ്ടെങ്കിൽ വ്യാസപുത്രനായിട്ടുള്ള ശുഗന്റെ മുഖത്തുനിന്ന് ഈ ഭാഗവതം ദേവന്മാർക്ക് കേൾക്കാം. പക്ഷെ ഒരു മന്ത്രം പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. അതിനുമുമ്പ് അവർ പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ. ദേവന്മാർ പുണ്യം ചെയ്ത ആളെന്നല്ല വിചാരിക്കുക, പക്ഷെ ഭാഗവതം കിട്ടിയില്ല. അതിൻ്റെ അടുത്ത് ചെന്നു. ഭാഗവതം ഉപദേശിക്കാൻ പോകുമ്പോൾ അല്പസമയം അവിടെ ഇരുന്നാൽ മതി. മനോഹരമായിട്ട് ശുഖബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് ഭാഗവതം കേൾക്കാം ഇഷ്ടം പോലെ. പക്ഷെ ഒരു മന്ത്രം പോലും കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ. ദേവന്മാർക്ക് പോലും ദുർലഭമാണ്. അപ്പം അങ്ങനെയുള്ള ഭാഗവതമാണ് നമുക്കിവിടെ 12 ദിവസം പല ശുഗ ആചാര്യന്മാരും ശുഗതുല്യരായിട്ട് കഥ പറഞ്ഞവരൊക്കെ ശുഗന്മാരാ അല്ലെങ്കിൽ സൂതന്മാരാണ്. അവരെ മുഖത്തുനിന്ന് പലതരത്തിലുള്ള കഥകൾ നമുക്ക് കേൾക്കാം. ഒരു വിജ്ഞാന ഭണ്ഡാകാരമാണ് ശ്രീമദ് ഭാഗവതം. എന്തുകൊണ്ടാണ്? എല്ലാത്തിൻ്റെ സാരവത്തിൽ ചേർത്തു. സാഖ്യം വേണോ, യോഗം വേണോ, മീമാംസാശാസ്ത്രം വേണോ, എല്ലാം ഇതിലുണ്ട് ശ്രീമദ് ഭാഗവതം. അതിൻ്റെ പല സംശയങ്ങളുള്ളത് തീർത്ത് ശ്രീമദ് ഭാഗവതത്തിൽ ചേർത്തിരിക്കുക.
അതാണ് പുരാണം എന്നുള്ള പേര് കളഞ്ഞ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം, ഭാഗവതമാകുന്ന ശാസ്ത്രം എന്ന് പറയാൻ കാരണം. അങ്ങനെ അത് പറഞ്ഞുതരാമോ? മറ്റൊരു ഉദാഹരണമാണ് പറഞ്ഞു കേൾപ്പിച്ചു. എത്ര പരീക്ഷത്തിന് 7 ദിവസം ഈ ഭാഗവതമാകുന്ന ശാസ്ത്രം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ഭയവും പോയി. തക്ഷകനും ഇല്ല, ഒന്നുമില്ല, ഒരു മൃത്യുഭയം ഒന്നും ഇല്ലാണ്ടായി. അതെന്താ കാരണം? അങ്ങനെ മുക്തനായിട്ടില്ല. അപ്പം അങ്ങനെ കണ്ടപ്പോഴാണ് ബ്രഹ്മാവിനൊരു അത്ഭുതം. എത്ര വേദങ്ങൾ ശാസ്ത്രങ്ങളുണ്ട്, അതൊക്കെ വിട്ട് ഈ ഭാഗവതം കേട്ടപ്പോഴും ഇദ്ദേഹത്തിന് ആത്മജ്ഞാനം ഉദിച്ചോ? അതെങ്ങനെയത്? അത്രയ്ക്ക് ഭാഗവതത്തിന് മഹത്വം ഉണ്ടോയെന്ന് അറിയാനായിട്ട് ബ്രഹ്മദേവൻ തന്നെ സത്യലോകത്ത് വച്ച് ഭാഗവതത്തെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കില്ല. അപ്പം അനേകം ഋഷിമാരൊക്കെ അവിടെ ഉണ്ട്, നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ വില അറിയണമെങ്കിൽ തൂക്കി നോക്കല്ലേ ചെയ്യാം. ഒരു തുലാസ സത്യലോകേ തുലാം ഗത്വാലയൻ സാധനാന്യജഃ ലഘൂന്യജ്ഞാനി ജാതാനി ഗൗരവേണ ഇദം മഹൽ. തൂക്കി നോക്കാനായിട്ട് ആ ത്രാസ് വെച്ച് ത്രാസിൻ്റെ ഒരു തട്ടിലെ ഭാഗവതം. അപ്പോൾ അത് വളരെ ഭാരം കൊണ്ട് താണിക്കും. ഇനി മറ്റുള്ള ഗ്രന്ഥങ്ങൾ വെച്ച് നോക്കാം. ആദ്യം വേദങ്ങൾ, മഹാഭാരതം, മറ്റ് പുരാണങ്ങൾ, മറ്റ് ശാസ്ത്രങ്ങൾ എല്ലാം എടുത്തു വച്ചിട്ടും ഭാഗവതം വെച്ച തട്ട അങ്ങനെ ഇരുന്നില്ല, നീത് പോലുമില്ല. അപ്പം എന്ത് ബോധ്യം വന്നു? എല്ലാവർക്കും ബോധ്യമായി ഭാഗവതത്തിനാണ് ഏറ്റവും ഭാരം. മറ്റെല്ലാ ഗ്രന്ഥങ്ങളുടെ സാരങ്ങൾ എടുത്തു, കാതലായിട്ടുള്ള അംശങ്ങൾ എടുത്തു. കാതലെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭാരം? ആ കാതലായ അംശങ്ങൾ എല്ലാ പുരാണങ്ങളിൽ നിന്നും എടുത്ത് നിർമ്മിച്ചതാണ്. സർവവേദേതിഹാസാനം സാരം സാരം സമുദ്ധൃതം. അങ്ങനെയാണ് ഭാഗവതം നിർമ്മിച്ചത്. മഹാഭാരതത്തിൽ ഒരു 25 അധ്യായങ്ങളെ കൊണ്ടൊരു കാര്യം പറയണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഒരധ്യായമാവും. അങ്ങനെ സംഗ്രഹിച്ചു എടുക്കാത്തൊന്നും കാര്യങ്ങൾ അതാണ്. അതുകൊണ്ടാണ് തമ്മിലുണ്ടായ സംഭാഷണം പറഞ്ഞേൽപ്പിക്കുകയാണ് ഈ സൂതൻ കൃഷ്ണന്മാരെ. അപ്പൊ അതിൽ കുട്ടികളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യ ഈ ഭാഗവത ശ്രവണങ്ങളുടെ മുഖത്തുനിന്ന് ഭാഗവതം കേട്ട് ഭാഗവതം തന്നെ അവരെല്ലാ വിഷമങ്ങളും തീർന്നു. നാമഘോഷങ്ങൾ കേട്ടപ്പോൾ തന്നെ അവരുടെ വിഷമം തീർന്നതാണ് എന്നൊക്കെ 6 അധ്യായത്തിൽ പറയും. ഭാഗവതത്തിന് കഴിയും. അപ്പോഴാണ് ഒരു ഉദാഹരണം ബന്ധുകാരിയുടെ കഥ. അച്ഛനമ്മമാരെ പലതരത്തിലും മറ്റു പ്രാണികളെ ഉപദ്രവിക്കാം. ഇരുന്ന് അതിപാപി അങ്ങനെയുള്ള ആളാണ് ഈ ബന്ധുകാരി. ബന്ധുകാരിക്ക് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഏതാവസ്ഥയിലേക്ക് എത്തേണ്ടി വരും. നല്ല ശരീരമില്ല, പക്ഷേ വിശപ്പും ദാഹമല്ല, ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എല്ലാ അവസ്ഥയിൽ നടക്കാണ് പ്രേതാവസ്ഥ. പക്ഷെ നല്ല ഗുണം കഴിഞ്ഞ് ഒരു ഗോകർണൻ എന്ന് പേര്. ആ മനസ്സിലായി തൻ്റെ സഹോദരൻ ഇങ്ങനെ വല്ലാതെ വിഷമം വന്നു. ഗയാശ്രാദ്ധാദി പുണ്യം ഒന്നും പ്രയോജനം ഒരു അതായത് സപ്ലാഗുരു സപ്ലാഗുരു വേറെ എന്ത് ചെയ്തിട്ട് ഒരു രോഗം
കഴിച്ചാലൊന്നും രോഗം മാറില്ല. അതുകൊണ്ട് ഈ പ്രേതാവസ്ഥ നീങ്ങാൻ ഇദ്ദേഹത്തിന് ശുദ്ധി ഭാഗവത മാത്രമേ പറ്റുള്ളൂ. മുഴുവൻ ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രേതാവസ്ഥക്ക് പോയി. മാത്രമല്ല ആൾക്കാർ ദിവ്യ വിമാനം കൊണ്ടുവന്നിരിക്കുന്നു. പുണ്യലോകത്തേക്ക് ശരീരമൊക്കെ ഉണ്ടായി അദ്ദേഹം സർവാഭരണ ഭൂഷിതമായ ശരീരമായിട്ട് തീർന്നു കയറിപ്പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോഴാണ് സനകാദികൾ പറഞ്ഞപ്പോഴാണ് ഋഷിമാർ ചോദിക്കുക, എന്താ പക്ഷപാതം? അവിടെ ഇരുന്ന് കേട്ടു എന്ന് ആൾക്കാർ കേട്ടു. ഒരാൾക്ക് മാത്രം ഭഗവാൻ പോകാൻ ഇത്രയും എല്ലാ സൗകര്യം എന്താ ഭഗവാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പക്ഷപാതം ശ്രവണ കൊണ്ടാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെയല്ല കേൾക്കാം. പല രീതിയിലാണ്. ഇതെല്ലാം അങ്ങനെ പോവുക, അതിനെ നിയന്ത്രിക്കാൻ വശമാണ്. അപ്പൊ അങ്ങനെ തൊന്തുകാരി അങ്ങനെയല്ല ഉണ്ടായി. പോലും വിട്ടു മന്ത്രം എങ്ങനെയാണ് ശ്രദ്ധിച്ചു വേണ്ടേ? മുഖത്തുനിന്ന് എങ്ങനെ അത്രയും ദുഃഖം ഉണ്ടാവുക. കാരണം മുഴുവൻ കേൾക്കുകയും ചെയ്തു. ആ പകല് കേട്ടതൊക്കെ രാത്രി ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ 7 ദിവസം മനസ്സും പോയില്ല ദ്വന്ദ്വകാര്യം. അങ്ങനെ മുഴുവൻ ഇരുന്ന് കേട്ട കാരനാണ് നിങ്ങൾ അപ്പച്ചോന്ന് ചോദിച്ചു. അപ്പൊ ശ്രദ്ധിച്ചില്ല, കുറച്ചൊക്കെ ഞാൻ. പക്ഷെ ഇത്രയും വിലപ്പെട്ടതാണ് ശാസ്ത്രം ഞങ്ങൾ അറിഞ്ഞില്ല. ഞാനല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നൊരു വളരെ ശ്രദ്ധിച്ചമായിട്ട് എല്ലാവർക്കും വൈകുണ്ഠലോകം കിട്ടിയില്ല. എന്താ വൈകുണ്ഠലോകം? അതെവിടെ എങ്ങനെ അന്വേഷിച്ച് കണ്ടിരിക്കുക? മനസ്സിന് കുണ്ഠത, ദുഃഖം ഇല്ലാത്ത ഒരവസ്ഥയ്ക്കാണ് വൈകുണ്ഠം. അല്ലാണ്ട് വേറെ എവിടെയോ ഉള്ളൊരു കാര്യമൊന്നുമല്ല അത് വൈകുണ്ഠം. എന്നാൽ അതിന് കവികൾ വർണ്ണിക്കുമ്പോൾ പുതിയൊരു ലോകമായിട്ടും അനേക രത്നങ്ങളെ കൊണ്ടും ലോഹങ്ങളെ കൊണ്ടും നിർമ്മിച്ചൊരുമായിട്ട് പറയണം. അല്ലെങ്കിൽ ആർക്കൊന്നും മനസ്സിലാവില്ല. എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും? മനസ്സിൻ്റെ ഇങ്ങനെ ദുഃഖമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ഉള്ളിൽ കിടക്കില്ല. അപ്പൊ പുരാണങ്ങളിലൊക്കെ വൈകുണ്ഠ വർണ്ണന ഒരേ അനേക ദിവ്യമായിട്ടുള്ള ങ്ങളെ കൊണ്ടും ലോഹങ്ങളെ കൊണ്ടുള്ള വലിയ വലിയ മതിലുകള് വർണ്ണിച്ചു. ആ ദേവിയുടെ ആക്ക് വർണ്ണിക്കുമ്പോൾ അനേക രത്നങ്ങളെ കൊണ്ട് ചിന്ത എന്നൊക്കെ വർണ്ണിക്കാം. അപ്പൊ അങ്ങനെ വർണ്ണിച്ചാലേ മനസ്സിലാവുള്ളൂ. വാസ്തവത്തിൽ അതിൻ്റെയൊക്കെ സാരമെന്താ? മനസ്സിന്റെ കുണ്ഠ തൃപ്തിയോടുകൂടി സന്തോഷമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുണ്ഠത്തിലാണെന്ന് പറയാവുന്ന. അങ്ങനെയാണ് ഈ വൈകുണ്ഠത്തിലാണെന്നാണ് പറയാൻ പറ്റും. ഇതാണ് ആ വൈകുണ്ഠം കിട്ടി. അതോടുകൂടി അത് ഉപാസിച്ചപ്പോൾ, കേട്ടപ്പോൾ, മനനം ചെയ്തപ്പോൾ അവരെ മനസ്സിന്റെ ദുഃഖമെല്ലാം തീർന്നു. എങ്ങനെയാ ദുഃഖം വരുന്നത്? വേണ്ടാത്ത വിചാരം കൊണ്ടാണ്. വേണ്ടാത്ത വിചാരം ചെയ്ത ദുഃഖം വരുത്തുന്നത്. ആധിഭൗതികം, ആധിദൈവികം, 3 തരത്തിലാണ് ദുഃഖങ്ങൾ. ഇങ്ങനെയുള്ള ദുഃഖത്തിനാണ് ആധ്യാത്മിക ദുഃഖം. കൊണ്ട് നല്ല വിചാരം ചെയ്യാൻ പലതും ഉണ്ട്. അതെല്ലാം വിട്ട് കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കും.